ലോകം തന്നെ ഞെട്ടുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. റഷ്യയുടെ ഉന്നത സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ളത്. എന്താണ് വിവരം? ഉന്നത സൈനിക മേധാവി എന്ന് പറയണ്ട, ഉന്നത സൈനിക മേധാവിയല്ല. പക്ഷെ റഷ്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ട് രാജ്യങ്ങൾ റഷ്യയും അമേരിക്കയുമാണ്. അങ്ങനെ റഷ്യയുടെ ആണവായുധങ്ങളുടെ തലവൻ, ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ തലവനായ ഇഗോർ കിർലോവ് ലഫ്റ്റനന്റ് ജനറൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ലോകം ഞെട്ടുന്ന വാർത്തയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് യുദ്ധഭൂമിയിലല്ല, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ചാണ്. മോസ്കോയിൽ അദ്ദേഹം കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് റസാൻസ്കി പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്ക് നടന്നു വരുമ്പോൾ ഒരു സ്ഫോടനം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും അദ്ദേഹവും സ്പോട്ടിൽ മരിച്ചു. ഏജൻസി ടാസ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ പറയുന്നത് 2 ശരീരങ്ങൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു. അതൊന്ന് ഇഗോർ കിർലോവാണ്, മറ്റത് സഹായിയാണ്. അപ്പോൾ അവർ എങ്ങനെ സ്ഫോടനം ഉണ്ടായതിനെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വിവരമെന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അവിടെ കൊണ്ടുവച്ചിരുന്നു. ഈ സ്കൂട്ടർ പൊട്ടി. അത് ടാസ് ഏജൻസി, റഷ്യൻ വാർത്താ ഏജൻസിയായ ടാൻസ് പറയുന്നത്, അതായത് 300 ഗ്രാം TNT-യുടെ ശേഷിയുള്ള ഒരു സ്ഫോടനമാണ് നടന്നത്. 300 ഗ്രാം TNT പൊട്ടിത്തെറിച്ചതുപോലെയുള്ള സ്ഫോടനമാണ് നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ സ്ഫോടനത്തിലൊക്കെ ആളുകൾ മരിക്കുന്നുണ്ട്. ഇത് റഷ്യയുടെ ഏറ്റവും കരുത്തുറ്റ ഡിപ്പാർട്ട്മെൻറ്റാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ. ന്യൂക്ലിയർ മാത്രമല്ല, റേഡിയോളജിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഡിഫൻസ് ഫോഴ്സാണിത്. അതിൻ്റെ തലവനാണ്. അപ്പോൾ റേഡിയോളജിക്കൽ എന്ന് വെച്ചാൽ ആറ്റോമിക് ബോംബുകൾ ഉൾപ്പെടെയുള്ളത്, പിന്നെ കെമിക്കൽ ആയുധങ്ങൾ, ബയോളജിക്കൽ വെപ്പൺസ്, അത് രണ്ടും നിരോധിക്കപ്പെട്ട ഒരു സംഭവമാണ്. കെമിക്കൽ രാസായുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. ബയോളജിക്കൽ വെപ്പൺ എന്ന് പറഞ്ഞാൽ ജൈവാണുക്കളെ ഉപയോഗിക്കുക. അപ്പോൾ കോവിഡ് പോലും ഒരു ജൈവായുധമാണ്. കൊറോണ വൈറസ് ഒരു ജൈവായുധമാണ്, ചൈനയുടെ ലാബിൽ നിന്ന് പരീക്ഷിച്ച് പുറത്ത് വന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റഷ്യക്ക് ഇത്തരം സാധനമൊക്കെ ഉണ്ട്, അമേരിക്കയ്ക്കൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും അതിൽ ഗവേഷണമൊക്കെ വലിയ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേധാവിയാണ് കൊല്ലപ്പെട്ടത്. എവിടെ? റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ. അതാണ് അതിൻ്റെ ഭീകരത. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള സംശയങ്ങളൊക്കെ വരട്ടെ, അത് നിൽക്കാം. അപ്പോൾ പുടിനെ സംബന്ധിച്ച്, പുടിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരിക്കും ഏറ്റവും തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ, ബയോളജിക്കൽ വെപ്പൺസ്, ജൈവായുധങ്ങൾ, രാസായുധങ്ങൾ, ഇതിൻ്റെയൊക്കെ ചുമതലയിലിരിക്കുന്ന ഇഗോർ കിർലോവ് എന്ന് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ റൈറ്റ് ഹാൻഡാണ്. അത്രയും വിശ്വസ്തനായ ആളെ പുടിൻ ഉള്ള മോസ്കോയിൽ വെച്ച് റഷ്യയുടെ തലസ്ഥാനത്ത് വെച്ച് കൊന്നിരിക്കുന്നു. അപ്പോൾ എത്ര വലിയ സുരക്ഷയൊക്കെയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് ആലോചിക്കണം. അങ്ങനെ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളെ ആശങ്കയിൽപ്പെടുത്തുന്ന ഒരു ചാവേറാക്രമണം പോലത്തെ ഒരു ആക്രമണമാണ്. അദ്ദേഹത്തിന് മോസ്കോയിൽ പോലും റഷ്യൻ സേനയുടെ ഏറ്റവും സമുന്നതനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ റഷ്യക്ക് വലിയ നാണക്കേടാണ്. പുടിനെ സംബന്ധിച്ച് പുടിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഉക്രൈനെ മുഴുവൻ പുടിൻ ഭസ്മീകരിച്ച് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കിറിലോവിൻ്റെ മരണം വലിയൊരു അടിയാണ് പുടിന്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റൊരു തിയറിയുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വരാം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് 2 തിയറികളുണ്ട്. ഒന്ന് പ്രധാനമായും പറയുന്നത്, ഉക്രൈനെ സംശയിക്കാൻ കാരണമുണ്ട്. ഇന്നലെയാണ്, തിങ്കളാഴ്ച, ഉക്രൈൻ ഒരു ആരോപണം ഇഗോർ കിർലോവിനെതിരെ പറഞ്ഞിരുന്നു. അതായത് ഉക്രൈൻ സീക്രട്ട് സർവീസസ് ഏജൻസി, ഉക്രൈൻ സുരക്ഷാ സർവീസായ SBUവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആരോപണം വന്നു. അതായത് ഇതുവരെയുള്ള യുദ്ധത്തിൽ 4800 തവണ റഷ്യ രാസായുധം പ്രയോഗിച്ചു ഉക്രൈൻ പട്ടാളത്തിന് നേരെ എന്നാണ് SBUവിൻ്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അതുകൂടാതെ K1 കോമ്പാറ്റ് ഗ്രനേഡ്സ് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഒരുതരം ഗ്രനേഡുകളുണ്ട്, അതും ഉപയോഗിച്ചു. ഇത് രണ്ടും, ഈ രാസായുധം പ്രയോഗിച്ചെങ്കിൽ അതിന് കുറ്റപ്പെടുന്നത് ആരെയാണ്? ഇഗോർ കിർലോവിനെ തന്നെയാണ് ഉക്രൈൻ കുറ്റപ്പെടുത്തിയത്. ഇയാളാണ് ഈ രാസായുധങ്ങൾ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞ് ഇന്നലെ ഉക്രൈൻ ആരോപിച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് കിർലോവ് സ്ഫോടനം നടന്ന് മോസ്കോയിൽ വെച്ച്, ഉക്രൈനിൽ നിന്ന് എത്രയോ ദൂരെയാണ് മോസ്കോയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് ഈ കുറച്ച് നാളായിട്ട്, കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ കിർലോവിനെതിരെയും അവരുടെ ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെതിരെയും ബ്രിട്ടൻ, UK ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അവർ പറയുന്നത് ക്ലോറോപിക്രിൻ എന്ന് പറയുന്ന ഒരു രാസായുധമുണ്ട്, ക്ലോറോപിക്രിൻ. ഈ ക്ലോറോപിക്രിൻ 1-ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാതകമാണ്, ഒരു എണ്ണ പോലെ ഉള്ളൊരു വസ്തുവാണ്. അത് തുറന്നു വിട്ടാൽ അത് ഗ്യാസായിട്ട് മാറും. നമ്മുടെ ടിയർ ഗ്യാസ് ഇല്ലേ, ടിയർ ഗ്യാസ് പോലെ ആളുകളെ ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചു ഒരുപാട് ആളുകളെ കൊന്ന ഒരു വിഷവാതകമാണ്. ഇത് ശ്വാസം മുട്ടി ചോക്കഡായിട്ട് ആളുകൾ മരിച്ചു പോകും. ഇത്
ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ലോകത്തെമ്പാടും തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ റഷ്യയിൽ ഈ ഇഗോർ കിറിലോവിൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ ന്യൂക്ലിയർ ഡിഫൻസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലോറോപിക്രിൻ എന്ന് പറയുന്ന ഈ വാതകം ഉക്രൈനിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് UK പറഞ്ഞിരുന്നു. അപ്പോൾ ഒക്ടോബറിൽ നിരോധനം വന്നു. ആർക്കെതിരെ? ഇവരുടെ ഡിഫൻസ് ഫോഴ്സിനെതിരെ, റഷ്യയുടെ ഈ ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെതിരെയും ഇഗോർ കിറിലോവിനെതിരെയും ഉപരോധം വന്നു. ഒരു വ്യക്തിക്കെതിരെ ഉപരോധം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇനി വരാൻ പാടില്ല, അതാണ് വ്യക്തികൾക്ക് എടുക്കുന്ന ഉപരോധം. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും ഇൻ്റർനാഷണലി ബ്രിട്ടനും ഉക്രൈനും ഒക്കെ നോട്ടപ്പുള്ളിയായി വെച്ചിരുന്ന ആളാണ് ഇഗോർ കിറിലോവ്. സൈനിക മേധാവി എന്ന നിലയിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇന്നലെ ഉക്രൈൻ ഇയാൾക്കെതിരെ, ഇഗോർ കിറിലോവിനെതിരെ നിരോധിതമായ രാസായുധങ്ങൾ പ്രയോഗിച്ചു, ആ യുദ്ധക്കുറ്റവാളിയാണ്, യുദ്ധക്കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അത് പറഞ്ഞ് 24 മണിക്കൂറിനകം കൊല്ലപ്പെടുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ഒരു സംശയം. സ്വാഭാവികമായും ഉക്രൈന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു കോൺസ്പിറസി തിയറി ഇപ്പോൾ പറയുന്നത് പുതിൻ തന്നെ ആയിരിക്കാം. പുതിന് ചിലപ്പം ഇയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം. പുടിൻ അങ്ങനെയാണ്. പുടിനെ സംബന്ധിച്ച് ഇപ്പോൾ വടക്കൻ കൊറിയയിലെ കിമ്മിനെ പറയുന്ന പോലെയാണ്. ഒരു മന്ത്രിസഭാ യോഗത്തിലിരുന്ന് ഒരു മന്ത്രി എന്ന് ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞ് പിടിച്ച് വെടിവെച്ച് കൊന്നു, അമ്മാവനെ വെട്ടിക്കൊന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കിമ്മുണ്ട്. അതുപോലെ പുടിൻ്റെ അനിഷ്ടത്തിന് പാത്രീഭൂതനായാൽ പിന്നെ ആയുസില്ല. അങ്ങനെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയും അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയേറെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു പദവിയിലിരിക്കുന്ന ആൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്ത് ഇലക്ട്രിക് സ്കൂട്ടർ ഇരിക്കുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു. അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. അസ്വാഭാവികത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സുരക്ഷാ സംവിധാനങ്ങളില്ല ഉണ്ടായിരുന്നില്ലേ? സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ വരുമ്പോൾ അനാഥമായി ഒരു സ്കൂട്ടർ ഇരിക്കുന്നു, ആരും വെരിഫൈ ചെയ്തില്ലേ? തുടങ്ങിയ ആശങ്കകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും പൂർണ്ണതോതിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും അൽ ജസീറയിൽ ഞാൻ കണ്ടത്, അൽ ജസീറ പറയുന്നത് അവിടെ ഒരു സറൗണ്ടിങ്സിലൊക്കെ വലിയ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളുണ്ട്. അവരൊക്കെ കുറേ കാലമായി പറയുന്നുണ്ട് ഈ മേഖല CCTV ക്യാമറയിൽ പെടുന്നില്ല, CCTVയിൽ ഇവിടുത്തെ ദൃശ്യങ്ങളൊന്നും കിട്ടുന്നില്ല, അത് അവിടെ ക്യാമറകളില്ല, ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതറിഞ്ഞുകൊണ്ട് ഇവിടെ ക്യാമറയൊന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കൊണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വെച്ചതായിരിക്കാം. ഏതായാലും ഇതിനകത്തുണ്ടാകുന്ന ഒരു കോൺസിക്വൻസ്, പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സൈനിക തലവന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് അമേരിക്കയും റഷ്യയും. അതിൻ്റെ സൈനിക മേധാവി ഒരു സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്ത് വല്ലാത്തൊരു സുരക്ഷാ ഭീതി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മോസ്കോയിൽ പോലും ഉക്രൈനിൽ നിന്ന് ആളുകൾ കടന്നു വന്ന് അവിടെ ബോംബ് വെക്കാന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ ഇന്ന് കിറിലോവിന് നേരെ, നാളെ പുടിന് നേരെ വന്നുകൂടാ എന്നുണ്ടാവും. അപ്പോൾ അത്തരം വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത ആശങ്ക ഉണ്ടാവുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും വല്ലാത്തൊരു അസ്വസ്ഥത പടർത്തുന്ന ഒരു സംഭവമാണ്. ഇനി ഇതല്ല, പുടിന് അറിവൊന്നുമില്ല, പുടിൻ അറിയാതെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വരികയും ഉക്രൈനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു തിരിച്ചടി ഉക്രൈന് നേരെ നേരിടും. ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നേരത്തെ റഷ്യയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു, ഞങ്ങൾ ആണവായുധം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ആണവായുധമില്ലാത്ത ഒരു രാജ്യത്തിനെതിരെ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നായിരുന്നു ഈ സമീപകാലം വരെയുള്ള റഷ്യയുടെ പോളിസി. അടുത്ത കാലത്ത് പുടിൻ എന്ത് ചെയ്തു? മന്ത്രിസഭാ യോഗം വിളിച്ചു വിട്ട് ആ പോളിസി അങ്ങ് മാറ്റി. ഞങ്ങൾക്കെതിരെ ഒരു രാജ്യം യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, ഉക്രൈനെയാണ് ഉദ്ദേശിക്കുന്നത്, യുദ്ധം ചെയ്യുകയും അവർക്ക് ആണവായുധമുള്ള ഒരു രാജ്യത്തിൻ്റെ സഹായം ഉണ്ടാവുകയും ചെയ്താൽ അത് ഞങ്ങൾക്കെതിരെ ആണവയുദ്ധം തുടങ്ങിയതായിട്ട് കണക്കാക്കും. എന്ന് പറഞ്ഞാൽ ഉക്രൈനെ നോക്കൂ, ഉക്രൈനെ അമേരിക്ക സഹായിക്കുന്നുണ്ട്, ഫ്രാൻസ് സഹായിക്കുന്നുണ്ട്, ബ്രിട്ടൻ സഹായിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ എന്തുണ്ട്? ആണവായുധമുണ്ട്. അപ്പോൾ പുതിയ പോളിസി അനുസരിച്ച് ഉക്രൈൻ ആക്രമിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആണവായുധം ഉള്ള രാജ്യങ്ങളായതുകൊണ്ട് പ്രയോഗിക്കാം, അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് ആണവ ആയുധ പോളിസി മാറ്റിയിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ തലവൻ ഇഗോർ കിറിലോവ് ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ചാൽ ഒരുപക്ഷെ ഈ കോൺസ്പിറൻസി തിയറി മാറ്റിവെക്കുകയും പുടിൻ്റെ അനിഷ്ടത്തിന് പാത്രീഭൂതനായതുകൊണ്ട് സംഭവിച്ചതല്ല, ഉക്രൈൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വന്നാൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ, നമ്മൾ കരുതുന്നത് ജനുവരി 20-ന് ട്രംപ് വരുന്നതോടുകൂടി യുദ്ധമൊക്കെ അവസാനിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുതിയൊരു പോർമുഖം. ഏതായാലും ഉക്രൈന് നേരെ ഒരുപക്ഷെ കടുത്ത രക്തരൂക്ഷിതമായ ഒരാക്രമണം ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഇത്രയും കാലം സെലൻസ്കിക്ക് നേരെ ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല, സെലൻസ്കിയെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ സെലൻസ്കിയെ കൊല്ലാൻ തന്നെ പുടിൻ തയ്യാറായേക്കുമോ എന്നാണ് ആശങ്ക ഉണ്ടാവുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ പ്രേക്ഷകരോട് പറയാം.